വിരമിച്ച ശേഷവും കായിക താരങ്ങളെ വാർത്തെടുക്കാനായി തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കായിക അധ്യാപകനെ പരിചയപ്പെടാം. തിരുവേഗപ്പുറം പൈലിപ്പുറം സ്വദേശി കെ സൈനുദ്ദീനാണ് ആ അധ്യാപകൻ. 2 വർഷം മുൻപ് ഇരുമ്പിളിയം സ്കൂളിൽ നിന്നും വിരമിച്ച സൈനുദ്ദീന്റെ ശിഷ്യഗണത്തിൽ ഇന്ന് ദേശീയ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടിയവർ ഉൾപ്പെടെ ഒട്ടനവധി കായിക പ്രതിഭകളുണ്ട് എണ്ണിപ്പറയാൻ. തിരുവേഗപ്പുറയിൽ നിന്നും തൂതപ്പുഴയ്ക്ക് കുറുകെ തന്റെ തോണിയെടുത്ത് അതിരാവിലെ തന്നെ സൈനുദ്ദീൻ ഇരുമ്പിളിയത്തെ തൂത മൈതാനത്തെത്തും കുട്ടികൾക്ക് പരിശീലനം നൽകാൻ. കായിക അധ്യാപകനായ സൈനുദ്ദീൻ ജനതാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 2 വർഷം മുൻപാണ് വിരമിച്ചത്. വിരമിക്കലിന് ശേഷവും നിരവധി കുട്ടികൾക്ക് കായിക പരിശീലനം നൽകി വരുന്നുണ്ട്. ഇന്ന് ദേശീയ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടിയവർ ഉൾപ്പെടെ ഒട്ടനവധി കായിക പ്രതിഭകളാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽ ഉള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് ശ്രീകൃഷ്ണ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. അത് ഞാൻ അന്ന് സംസ്ഥാന തലത്തിലെ മത്സരത്തിൽ എനിക്ക് 2ാം സ്ഥാനം കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ പഠിക്കാൻ പറ്റിയത്. അങ്ങനെ കുറെ കുട്ടികൾ നമ്മുടെ ഏരിയകളിലുണ്ട്. ഇവിടെ എൻ്റെ കീഴിൽ വരുന്ന കുട്ടികൾ ഏകദേശം ഒരു 15ഓളം കുട്ടികളുണ്ട്. അതിൽ സബ് ജില്ലയിൽ സമ്മാനം കിട്ടിയത് 5-8 പേരുണ്ട്. പിന്നെ ജില്ല കഴിഞ്ഞ് ജില്ലയിൽ ഫസ്റ്റ് വന്നവരുണ്ട്, സെക്കൻഡും തേർഡ് 3 സ്ഥാനക്കാര് ജില്ലയിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ 5 പേര് എൻ്റെ കീഴിൽ പരിശീലിക്കുന്നവർ ഇപ്പോൾ സംസ്ഥാനത്തിൽ പങ്കെടുത്തു. അതിൽ ഒരാൾ വെച്ച് ബാക്കി എല്ലാവരും 8 സ്ഥാനം വരെയാണ് മെറിറ്റ്. ബാക്കി 4 പേരും 8ാം സ്ഥാനം വരെ വന്നു. ഒരാൾ സെക്കൻഡ് വന്നു, ഒരാൾ തേർഡ് വന്നു, ഒരാൾ 5ാം സ്ഥാനത്ത് വന്നു, ഒരാള് 8ാം സ്ഥാനത്ത് വന്നു. അങ്ങനെ മെറിറ്റ് സർട്ടിഫിക്കറ്റിൽ ഇവർക്ക് ഗ്രേസ് മാർക്കുകൾ കിട്ടാനുള്ള അവസരമായി 4 പേർക്കും. ഹാമർ ത്രോയിൽ വെള്ളി മെഡൽ നേടി ദേശീയ കായിക മേളയിലേക്ക് യോഗ്യത നേടിയ പരുതൂർ നാടപ്പറമ്പ് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും പരുതൂർ സ്വദേശിയുമായ അലീന സീനിയർ ആൺകുട്ടികളുടെ ഹാമർ ത്രോ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം നേടി ഇരുമ്പിളിയം MES ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി VP ഇയാഷ് മുഹമ്മദ് സംസ്ഥാന തലങ്ങളിൽ സീനിയർ ആൺകുട്ടികളുടെ ഹാമർ ത്രോ മത്സരത്തിൽ 8ാം സ്ഥാനം കരസ്ഥമാക്കിയ എടപ്പലം PTYHS സ്കൂളിലെ മുഹമ്മദ് ഷാനിദ് സംസ്ഥാന തലത്തിൽ ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ഷോട്ട്പുട്ടിൽ 5ഉം ഡിസ്കസ് ത്രോയിൽ 6ഉം സ്ഥാനം നേടിയ ഒറ്റപ്പാലം LSN സ്കൂളിലെ വിദ്യാർത്ഥി ലക്ഷ്മി തുടങ്ങി ഒട്ടനവധി കായിക താരങ്ങളുണ്ട്. സൈനുദ്ദീന് അഭിമാനത്തോടെ എണ്ണമിട്ട് പറയാം. ഞാനിപ്പോ ഈ സെയിന്റ് സാറാണ് ഞങ്ങളെ കോച്ച്. ഞാനിപ്പോ ജില്ലയിൽ നിന്ന് സെക്കൻഡ് എടുത്തിട്ട് സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടി. സ്റ്റേറ്റിൽ ഇപ്പോൾ ബ്രോൺസ് മെഡലാണ് വന്നിട്ടുള്ളത്. സ്റ്റേറ്റിൽ 51.21 മീറ്ററാണ് എറിഞ്ഞിട്ടുള്ളത്. ഞാൻ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഞാൻ ഫുട്ബോൾ, ത്രോ ബോൾ ഗെയിംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ സ്കൂളിലത്തെ PT സാറായ ദിലീപ് സാറാണ് എന്നെ സൈനിൻ സാർ റെക്കമെൻഡ് ചെയ്യുകയും സൈനിൻ സാറാണ് ഇപ്പോൾ ഞങ്ങളെ ഇനിയും വിളിയും വേറെ 2-3 കുട്ടികളും ഉണ്ട്. ഞങ്ങളെ 4 പേരെയും ട്രെയിൻ ചെയ്ത് ഞങ്ങൾ 3 പേര് ഞങ്ങളിപ്പോൾ സ്റ്റേറ്റിലെ മെഡൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് അലീന, THSS പള്ളിപ്പുറത്താണ് വരുന്നത്. ജില്ലയിൽ 3rd ആയിരുന്നു, സ്റ്റേറ്റിൽ സെക്കൻഡ് എത്തി. നാഷണലിക്കുള്ള പ്രാക്ടീസിലാണ്. സാറ് സൈനുദ്ദീൻ സാറാണ് സ്പോർട്സിന്റെ കോച്ച്. സാറ് വളരെ സപ്പോർട്ടാണ്. സാറിന്റെ ഒരു സപ്പോർട്ട് കാരണമാണ് ഇവിടെ വരെ എത്തിയത്. നാട്ടിൻപുറത്തെ കൊച്ചുകുട്ടികൾക്കൊപ്പം ചേർന്ന് പന്ത് തട്ടി അവരിൽ ഒരാളായി രാവിലെയും വൈകുന്നേരങ്ങളിലും സൈനുദ്ദീൻ ഒപ്പമുണ്ടാകാറുണ്ട്, പരിശീലനത്തിനൊപ്പം ആത്മവിശ്വാസവും പകർന്നുകൊണ്ട്. തൂതപ്പുഴയോരത്തെ ഇരുമ്പിളിയം പഞ്ചായത്തിൽപ്പെട്ട 2 ഏക്കറോളം പരന്നുകിടക്കുന്ന പൊതുസ്ഥലത്തെ ഈ മൈതാനം കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കൂടുതൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. ഈ പ്രതീക്ഷയിലാണ് കായിക താരങ്ങളും നാടും. അത് നമ്മൾ ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രൗണ്ട് ഏകദേശം നമുക്കൊരു കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. അതൊന്നും കൂടിയൊക്കെ നന്നാക്കിയിട്ട് നമ്മളിപ്പോൾ ത്രോ ഇവന്റുകളാണ് ഇവിടെ നടത്തുന്നത്. ഇതിൽ ഹാമർ ത്രോ, ഡിസ്കസ് ത്രോ ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് കേജ് വേണം. നമ്മൾ കമ്പി കാലൊക്കെ കുഴിച്ചിട്ടിട്ട് ശരിയായിട്ട് വലയൊക്കെ കെട്ടി ഒരു സംരക്ഷണം വേണം. ത്രോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കുട്ടികൾക്കും അതേപോലെ ഇതിൽ തന്നെ കാണികൾക്കും ഒക്കെ സേഫ്റ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ഇത് വേണം. അതിനുള്ള ഒരു സൗകര്യക്കുറവ് ഇവിടെ ഉണ്ട്. പിന്നെ 2 സർക്കിൾ ഇവിടെ ഉണ്ട്. അത് പഞ്ചായത്ത് മുമ്പ് ചെയ്തു തന്നതാണ്.
35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.